ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 89 വൃകാസുര വധം ശ്ലോകം 6. ഭദ്രം തേ ശാകുനേയ ഭ്രമസി കിമധുനാ ത്വം പിശാചസ്യ വാചാ സന്ദേഹശ്ചേന്മദുക്തൗ തവ കിമു ന കരോഷ്യങ്കുലീമംഗമൗലൗ ഇത്തം ത്വദ്വാക്യമൂഢശിരസി കൃതകരസ്സോപദച്ഛിന്നപാദം ഭ്രംശോ ഹ്യേവം പരോപാസിതുരപി ജഗതിശൂലിനോപി ത്വമേവ. അർത്ഥം: ശാകുനേയ, അലയോ ശകുനിപുത്രനായ വൃകാസുര, തേ നിനക്ക്, ഭദ്രം മംഗളം, പിശാചസ്യ പിശാചായിരിക്കുന്നവൻ്റെ, വാച വാക്കുകൊണ്ട് അല്ലെങ്കിൽ വരം കൊണ്ട്, ത്വം നീ, അധുന ഇപ്പോൾ, കിം ഭ്രമസി എന്തിനാണു ചുറ്റിക്കറങ്ങുന്നത്, അംഗ അല്ലയോ വൃക, മധുക്തൗ എൻ്റെ വാക്കിൽ, സന്ദേഹ ചേത് സംശയം തോന്നുന്നു എങ്കിൽ, അങ്കുലീം വിരൽ, തവ നിന്റെ തന്നെ, മൗലൗ ശിരസിൽ, കിമു എന്തുകൊണ്ട്, ന കരോഷി വയ്ക്കുന്നില്ല, ഇത്തം ഇപ്രകാരം, ത്വദ്വാക്യമൂഢ അങ്ങയുടെ വാക്കുകൊണ്ട് മയങ്ങിയ, സ ആ വൃകാസുരൻ, ശിരസി തൻ്റെ തന്നെ തലയിൽ, കൃതകര കൈവച്ചു, ഛിന്നപാദം മുറിക്കപ്പെട്ട പോലെ, അപതത് വീണു, ഏവം ഇപ്രകാരമാണ്, പരോപാസിതു മറ്റു ദേവന്മാരെ ഉപാസിക്കുന്നവർക്കുണ്ടാകുന്ന, ഭ്രംശ പതനം, അപി ച കൂടാതെ, ശൂലിന അപി ശിവനും, ഗതി ആശ്രയം, ത്വം ഏവ അങ്ങു തന്നെ. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ഭദ്രം, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തേ ശാകുനേയ, അവിടെ നിന്ന് മെല്ലെ നിർത്താം, ആശ്ചര്യചിഹ്നം ഉണ്ട്. ഭ്രമസി, ഭ്ര എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. കിം അധുന, കിമധുന, ത്വം പിശാചസ്യ വാച സന്ദേഹശ്ചേത് മധുക്തൗ, ചേർത്ത് ചൊല്ലുമ്പം സന്ദേഹശ്ചേന്മധുക്തൗ തവ കിമു ന കരോഷി അങ്കുലീം അംഗ, ചേർത്ത് ചൊല്ലുമ്പം കരോഷ്യങ്കുലീം അംഗ മൗലൗ ഇത്തം, ഥം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ത്വത് വാക്യമൂഢ, അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ ശിരസി എന്നുള്ളതിന് 1 ശാന്ന് മതി, ചേർത്ത് ചൊല്ലുമ്പോൾ 2 ശാന്ന് വേണം. മൂഢ, ഠ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. കൃതകര സ അപദച്ഛിന്നപാദം, ചേർത്ത് ചൊല്ലുമ്പോൾ സോപദച്ഛിന്നപാദം, സ അപദത് ഛിന്നപാദം, ചേർത്ത് ചൊല്ലുമ്പോൾ സോപദച്ഛിന്നപാദം, ഛി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അതേപോലെ കൃതകര, അവിടെ നിർത്തി ചൊല്ലുകയാണെങ്കിൽ പിന്നെ സോ എന്നുള്ളതിന് 1 സാന്ന് മതി, ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് വേണം. ഭ്രംശോ, ഭ്രം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഹി ഏവം, അതാണ് ഹി ഏവം, പരോപാസിതുരപി ച ഗതി, ഇവിടെയും അതേപോലെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ശൂലിന അപി എന്നാണ്, ശൂലിനോപി, ചേർത്ത് ചൊല്ലുമ്പോൾ 2 ശാന്ന് വേണം, എന്നിട്ടിട്ട് ശൂലിനോപി, ത്വമേവ, ത്വം ഏവ ചേർത്തിട്ടാണ് ത്വമേവ. ഭദ്രം തേ ശാകുനേയ ഭ്രമസി കിമധുനാ ത്വം പിശാചസ്യ വാചാ സന്ദേഹശ്ചേന്മദുക്തൗ തവ കിമു ന കരോഷ്യങ്കുലീമംഗമൗലൗ ഇത്തം ത്വദ്വാക്യമൂഢശിരസി കൃതകരസ്സോപദച്ഛിന്നപാദം ഭ്രംശോ ഹ്യേവം
പരോപാസിതുരപി ച ഗതിശൂലിനോപി ത്വമേവ. ഏഴാമത്തെ ശ്ലോകം. ഭൃഗും കില സരസ്വതീ നികടവാസിനസ്താപസാസ്ത്രിമൂർത്തിഷു സമാദിശന്നധികസത്വതാം വേദിതും അയം പുനരനാദരാദുദിതരുദ്ധരോഷേ വിധൗ ഹരേപി ച ജിഹിംസിഷൗ ഗിരിജയാ ധൃതേ ത്വാമഗാത്. അർത്ഥം: സരസ്വതീ നികടവാസിന, സരസ്വതീ നദീതീരത്തിൽ വസിക്കുന്ന താപസന്മാർ, ത്രിമൂർത്തിഷു, ത്രിമൂർത്തികളിലാർക്കാണ് അധിക സത്വതാം, കൂടുതൽ സത്വഗുണമുള്ളത് എന്ന് വേദിതും, അറിയുന്നതിനു വേണ്ടി ഭൃഗു മഹർഷിയെ സമാദിശൻ കില, പറഞ്ഞയച്ചു. അയം, ഈ മുനി, പുനഃ, പിന്നീട്, അനാദരാത്, ആദരിക്കാത്തതിനാൽ, വിധൗ, ബ്രഹ്മാവ്, ഉദിതരുദ്ധരോഷേ, വർദ്ധിച്ച കോപത്താൽ, ഹരേ അപി ച, ശിവനെയും, ജിഹിംസിഷൗ, കൊല്ലാനാശമുതിർന്നപ്പോൾ, ഗിരിജയ, പാർവതിയാൽ, ധൃതേ, തടഞ്ഞപ്പോൾ, ത്വാം, അങ്ങയെ, അഗാത്, പ്രാപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ഭൃഗും, ഭൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. കില സരസ്വതീ നികടവാസിനസ്താപസാസ്ത്രിമൂർത്തിഷു, അത് ഒന്നിച്ചിട്ട് ചൊല്ലാനുള്ളതാണ്. ത്രിമൂർത്തിഷു എന്നാണ്, ചേർത്ത് ചൊല്ലുമ്പോൾ സ്ത്രീ നാവും. സ്ത്രീമൂർത്തിഷു സമാദിശൻ അധിക സത്വതാം, ചേർത്ത് ചൊല്ലുമ്പോൾ സമാദിശന്നധിക സത്വതാം. ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വേദിതും അയം പുനർ അനാദരാത് ഉദിതരുദ്ധരോഷേ. രുദ്ധ, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വിധൗ, ധൗ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. ഹരേ അപി, ചേർത്തിട്ട് ഹരേപി, ച ജിഹിംസിഷൗ ഗിരിജയാ ധൃതേ, ധൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ത്വാം അഗാത്, ചേർത്തിട്ട് ത്വാമഗാത്. ഭൃഗും കില സരസ്വതീ നികടവാസിനസ്താപസാസ്ത്രിമൂർത്തിഷു സമാദിശന്നധിക സത്വതാം വേദിതും അയം പുനരനാദരാദുദിതരുദ്ധരോഷേ വിധൗ ഹരേപി ച ജിഹിംസിഷൗ ഗിരിജയാ ധൃതേ ത്വാമഗാത്. എട്ടാമത്തെ ശ്ലോകം. സുപ്തം രമാംഗഭുവി പങ്കജലോചനം ത്വാം വിപ്രേ വിനിഘ്നതി പദേന മുദോത്ഥിതസ്ത്വം സർവം ക്ഷമസ്വ മുനിവർയ ഭവേത് സദാ മേ ത്വത്പാദചിഹ്നമിഹ ഭൂഷണമിത്യവാദീ. അർത്ഥം: രമാംഗഭുവി, ലക്ഷ്മീ ദേവിയുടെ മടിയിൽ സുപ്തം, ഉറങ്ങിക്കിടക്കുന്നവനും പങ്കജലോചനം, പങ്കജലോചനനുമായ ത്വാം, അങ്ങയെ, വിപ്രേ, ബ്രഹ്മർഷിയായ ഭൃഗു, പദേന, കാലുകൊണ്ട്, വിനിഘ്നതി, ചവിട്ടിയപ്പോൾ, ത്വം, അവിടുന്ന്, മുദ, സന്തോഷത്തോടു കൂടി, ഉത്ഥിത, എഴുന്നേറ്റ്, മുനിവര്യ, മുനിശ്രേഷ്ഠ, സർവം, എല്ലാം, ക്ഷമസ്വ, ക്ഷമിച്ചാലും, ത്വത്പാദചിഹ്നം, അങ്ങയുടെ കാലുപതിഞ്ഞ പാട്, മേ, എനിക്ക്, ഇഹ, ഇവിടെ, സദാ, എല്ലായ്പ്പോഴും, ഭൂഷണം, അലങ്കാരമായി, ഭവേത്, ഭവിക്കണം, ഇതി, എന്നിപ്രകാരം, അവാദി, അങ്ങു പറഞ്ഞു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളും അതേപോലെ എങ്ങനെ ചൊല്ലാമെന്നും നോക്കാം. സുപ്തം രമാംഗഭുവി, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. പങ്കജലോചനം ത്വാം വിപ്രേ വിനിഘ്നതി, ഘ്ന എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഖ എന്നുള്ളത്. പദേന മുദ ഉത്ഥിത ത്വം, ചേർത്ത് ചൊല്ലുമ്പോൾ മുദോത്ഥിതസ്ത്വം. ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സർവം ക്ഷമസ്വ, ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. മുനിവര്യ ഭവേത് സദാ, ചേർത്ത് ചൊല്ലുമ്പോൾ ഭവേത് സദാ. ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. മേ ത്വത് പാദചിഹ്നം
ഇഹ ചേർത്ത് ചൊല്ലുമ്പോൾ പാദചിഹ്നമിഹ. ഭൂഷണം ഇതി അവാദി, അവിടെ ലാസ്റ്റിൽ നീട്ടിയിട്ട് വിസർഗം ചേർത്ത് ചൊല്ലുമ്പം ഭൂഷണമിത്യവാദി. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. സുപ്തം രമാംഗഭുവി പങ്കജലോചനം ത്വാം വിപ്രേ വിനിഘ്നതി പദേന മുദോത്ഥിതസ്ത്വം സർവം ക്ഷമസ്വ മുനിവർയ ഭവേത് സദാ മേ ത്വത്പാദചിഹ്നമിഹ ഭൂഷണമിത്യവാദി. 9ാമത്തെ ശ്ലോകം. നിശ്ചിത്യ തേ ച സുദൃഢം ത്വയി ബദ്ധഭാവാ സാരസ്വതാ മുനിവരാ ദധിരേ വിമോക്ഷം ത്വാമേവമച്യുത പുനശ്ച്യുതിദോഷഹീനം സത്വോച്ഛയൈകതനുമേവ വയം ഭജാമ. അർത്ഥം: സാരസ്വത സരസ്വതീ തീരത്തിൽ വസിക്കുന്ന തേ ആ മുനിവര ച മുനിശ്രേഷ്ഠന്മാരും നിശ്ചിത്യ നിശ്ചയിച്ചു ത്വയി അങ്ങിൽ സുദൃഢം ഉറച്ച ബദ്ധഭാവം ഭക്തിഭാവത്തോടു കൂടിയവരായി വിമോക്ഷം മുക്തിയെ ദധിരെ പ്രാപിച്ചു അച്യുത ഭഗവൻ ഏവം ഇപ്രകാരം പുന പിന്നീട് ച്യുതിദോഷഹീനം ആപത്തിയില്ലാത്തവനും സത്വോച്ഛയൈകതനും ശുദ്ധ സത്വഗുണത്തോടു മാത്രം കൂടിയവനുമായ ത്വാം ഏവ അങ്ങയെ തന്നെ വയം അങ്ങ് ഭജാമ ഭജിക്കുന്നു. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. നിശ്ചിത്യ തേ ച സുദൃഢം ഠം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ത്വയി ബദ്ധഭാവാ നീട്ടിയിട്ട് വിസർഗം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അതുപോലെ ഭാവ എന്നുള്ളതിൻ്റെ ഭാന്നും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സാരസ്വത മുനിവര ദധിരേ ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വിമോക്ഷം ക്ഷം എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ത്വാം ഏവം അച്യുത ച്യു എന്നാണ്. ചു നല്ല പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ച്യു എന്നാണ്, ഒരു ചിഹ്നം കൂടി ഉണ്ട്. ത്വാമേവമച്യുത പുനശ്ച്യുതിദോഷഹീനം. പുനഃച്യുതിദോഷഹീനം ചേർത്ത് ചൊല്ലുമ്പോൾ പുനശ്ച്യുതിദോഷഹീനം. സത്വോച്ഛയൈകതനും ഏവ ചേർത്ത് ചൊല്ലുമ്പോൾ സത്വോച്ഛയൈകതനുമേവ വയം ഭജാമ. ലാസ്റ്റിൽ വിസർഗത്തോടു കൂടെ നിർത്തണം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. നിശ്ചിത്യ തേ ച സുദൃഢം ത്വയി ബദ്ധഭാവാ സാരസ്വതാ മുനിവരാ ദധിരേ വിമോക്ഷം ത്വാമേവമച്യുത പുനശ്ച്യുതിദോഷഹീനം സത്വോച്ഛയൈകതനുമേവ വയം ഭജാമ. അടുത്തത് 10ാമത്തെ ശ്ലോകം. ജഗത് സൃഷ്ട്യാദൗ ത്വാം നിഗമനിവഹൈർവന്ദിഭിരിവ സ്തുതം വിഷ്ണോ സച്ചിത് പരമരസ നിർദ്വൈതവപുഷം പരാത്മാനം ഭൂമൻ പശുപവനിതാ ഭാഗ്യനിവഹം പരീതാപശ്രാന്ത്यै പവനപുരവാസിൻ പരിഭജേ. അർത്ഥം: വിഷ്ണു എങ്ങും വ്യാപിച്ചവനായും ഭൂമൻ ബ്രഹ്മസ്വരൂപനായും പവനപുരവാസിൻ ഗുരുവായൂർ വാഴുന്ന ഭഗവൻ ജഗത് സൃഷ്ട്യാദൗ ജഗത് സൃഷ്ടിയുടെ ആരംഭത്തിൽ വന്ദിഭി ഇവ സ്തുതി പാഠകന്മാരാൽ എന്ന പോലെ നിഗമനിവഹൈ വേദവേദാന്ത സമൂഹങ്ങളാൽ സച്ചിത് പരമരസ നിർദ്വൈത വപുഷം സത്തും ചിത്തും പരമാനന്ദവുമായ അദ്വൈത രൂപത്തോടു കൂടിയവനും പരമാത്മാനം പരബ്രഹ്മവുമായി സ്തുതം സ്തുതിക്കപ്പെട്ടവനും പശുപവനിതാ ഭാഗ്യനിവഹം ഗോപികമാരുടെ ഭാഗ്യസമൂഹവുമായ ത്വാം അങ്ങയെ പരിതാപശ്രാന്തി ദുഃഖങ്ങൾ മാറുന്നതിനു പരിഭജേ ഞാൻ ഭജിക്കുന്നു. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ജഗത് സൃഷ്ട്യാദൗ ജഗത് സൃഷ്ടി ആദൗ ചേർത്തിട്ടാണ് ജഗത് സൃഷ്ട്യാദൗ ത്വാം നിഗമനിവഹൈർ
വന്ദിഭിരിവ. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സ്തുതം വിഷ്ണു, അവിടെ നിർത്താം, ആശ്ചര്യചിഹ്നമുണ്ട്. സച്ചിത് പരമരസ നിർദ്വൈത വപുഷം, അതൊന്നിച്ച് ചൊല്ലണം. സച്ചിത് പരമരസ നിർദ്വൈത വപുഷം. പരാത്മാനം ഭൂമൻ, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഇവിടെയും മെല്ലെ നിർത്താം. പശുപവനിതാ ഭാഗ്യനിവഹം, ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. ഭാഗ്യ എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പരീതാപശ്രാന്ത്യൈ പവനപുരവാസിൻ, അവിടെയും മെല്ലെ നിർത്താം, ആശ്ചര്യചിഹ്നമുണ്ട്. പരിഭജേ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ജഗത് സൃഷ്ട്യാദൗ ത്വാം നിഗമനിവഹൈർവന്ദിഭിരിവ സ്തുതം വിഷ്ണു സച്ചിത് പരമരസ നിർദ്വൈത വപുഷം. പരാത്മാനം ഭൂമൻ പശുപവനിതാ ഭാഗ്യനിവഹം. പരീതാപശ്രാന്ത്യൈ പവനപുരവാസിൻ പരിഭജേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഈ ദശകം ഇവിടെ അവസാനിക്കുന്നു. ഹരിനാരായണ ഗോവിന്ദ, ജയനാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയനാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.